നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ യജ്ഞത്തോടൊപ്പം തന്നെ പൊതുപങ്കാളിത്തത്തോടു കൂടിയുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണെന്ന് കേരളത്തിലുടനീളം നടത്തുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഈ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതിയുടെ മേൽനോട്ടം, അടിസ്ഥാന സൗകര്യങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയും ഇതിന് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലുടനീളം ഈ ഒരു പ്രവർത്തനം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് രാജ്യത്ത് കേരളമാണ് ഏറ്റവും അടിസ്ഥാന സൗകര്യമുള്ളതും ഏറ്റവും നിറമാർന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകതയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം പഠിക്കാൻ ധാരാളം ആളുകൾ വരാറുണ്ട്. പലപ്പോഴും അവരെത്തുമ്പോഴും ഈ സംവിധാനത്തെ അവർ പഠിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പകർത്താനും അവർ ആഗ്രഹിക്കുന്നു. മൊത്തം 32 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടപ്പാക്കുന്നത്. ഇതിൽ 13 കോടി രൂപ ചെലവഴിച്ച് ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഓഫീസ് റൂം, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, പ്രധാനാധ്യാപകന്റെ റൂം എന്നീ റൂമുകൾക്ക് പുറമെ 18 ക്ലാസ് റൂമുകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേദിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാറിനെയും സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ലുസി സെബാസ്റ്റ്യൻ, വി വിജിലി എന്നിവരെയും മന്ത്രി ആദരിച്ചു. അതോടൊപ്പം സംസ്ഥാന മേളകളിൽ വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. മല്ലിക, ജില്ലാ പഞ്ചായത്ത് അംഗം വി.കെ.എം. ഷാഫി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി. ഖാദർകുട്ടി, താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ.വി. ലൈജു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാർ, താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി.വി. ശ്രീജ, താനൂർ ബി.പി.സി.കെ. കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പൽ സി.ജെ. പ്രസാദ്, പ്രധാനാധ്യാപിക പി. ബിന്ദു, പി.ടി.എ. പ്രസിഡന്റ് പി. അജയ് കുമാർ, എസ്.എം.സി. ചെയർമാൻ ടി.പി. റസാക്ക്, ഇ. ജയൻ, ഒ. സുരേഷ് ബാബു, കെ. പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൻതെരു അങ്ങാടിയിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയ്ക്ക് വി.വി.എൻ. അഷ്റഫ്, പി.എ. മുസ്തഫ, മുജീബ് താനാളൂർ, ഇ. പ്രസന്നൻ, ഖാലിദ് ചെമ്പ്ര, ഒ. യൂസഫ്, ജോണി, കെ. ബിജു, സി. മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രക്ഷിതാക്കൾക്കായി നടന്ന ബോധവൽക്കരണ ക്ലാസിൽ ബെറ്റർ പാരന്റിംഗിനെ കുറിച്ച് ജെസിഐ സോൺ ട്രെയിനർ കെബീർ റിഫായി ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മെഗാ ഷോയും അരങ്ങേറി. ടി.വി. ന്യൂസ്, താനൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years.